എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ശ്രവിക്കാം. ക്രിസ്തുമതത്തിലും മറ്റു പല മതപാരമ്പര്യങ്ങളിലും ദൈവസ്നേഹം കേന്ദ്രവും നിർവചിക്കുന്നതുമായ ഒരു ആശയമാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ദൈവസ്നേഹം അടിസ്ഥാനപരമായ ഒരു ഗുണമായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ അവൻ്റെ സ്വഭാവത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ്. ഇത് മനുഷ്യധാരണയെ മറികടക്കുന്ന ഒരു സ്നേഹമാണ്. നിരുപാധികത, കരുണ, നിസ്വാർത്ഥത എന്നിവയുടെ സവിശേഷതയാണ്. ദൈവസ്നേഹത്തിൻ്റെ ചില പ്രധാന വശങ്ങൾ നിരുപാധികവും പരാജയപ്പെടുത്താത്തതും ത്യാഗപരവും പരിവർത്തനപരവും സംരക്ഷണവും മാർഗനിർദ്ദേശവും ഉൾക്കൊള്ളുന്നതുമായ ഒരു ബന്ധമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, മറ്റുള്ളവരെ സ്നേഹിക്കുക, അനുസരണം, വിശ്വാസം, പ്രാർത്ഥന, ആരാധന എന്നിവയിലൂടെ നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാനും പ്രതികരിക്കാനും കഴിയും. ദൈവസ്നേഹം മനുഷ്യരാശിയുടെ ക്ഷേമം തേടുന്ന അഗാധവും ത്യാഗപരവും പരിവർത്തനാത്മകവുമായ ഒരു ശക്തിയാണ്. അത് നിരുപാധികവും ശാശ്വതവുമാണ്, എല്ലാ ആളുകളിലേക്കും വ്യാപിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും ശക്തവും അനിവാര്യവുമായ ശക്തിയാണ് സ്നേഹം. അതിൻ്റെ പ്രാധാന്യം ഒരു വ്യക്തിഗത വികാരത്തിനപ്പുറം വ്യാപിക്കുന്നു. നമ്മൾ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകുന്നു, നമ്മുടെ ക്ഷേമത്തെ സ്വാധീനിക്കുന്നു, ലോകത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു. സ്നേഹമാണ് ബന്ധങ്ങളുടെ അടിത്തറ. അത് ഒരു രൂപാന്തരപ്പെടുത്തുന്ന വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും കാതൽ, ഉറവിടവും സന്തോഷവും പൂർത്തീകരണവും അനുകമ്പയും പരോപകാരവും മാറ്റത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള ശക്തിയാണ്. വൈകാരികവും ശാരീരികവുമായ ആരോഗ്യം ഇത് വർദ്ധിപ്പിക്കുന്നു. നിസ്വാർത്ഥത പഠിപ്പിക്കുന്നു. സ്നേഹം ഒരു സാർവത്രിക ഭാഷയാണ്. ദൈവസ്നേഹം വഹിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ആഴത്തിൽ വ്യക്തിപരവും പരിവർത്തനപരവുമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവസ്നേഹം ഉൾക്കൊള്ളാനും പങ്കുവയ്ക്കാനുമുള്ള ചില വഴികൾ: ദൈവവുമായി ശക്തമായ ബന്ധം വളർത്തിയെടുക്കുക, അനുകമ്പയും ദയയും പരിശീലിക്കുക, സത്യസന്ധതയോടെ ജീവിക്കുക, മറ്റുള്ളവരെ സേവിക്കുക, ക്ഷമിക്കുക, വിട്ടുകളയുക, നന്ദിയുള്ളവരായിരിക്കുക, സുവിശേഷം പങ്കുവയ്ക്കുക, നമ്മോടും മറ്റുള്ളവരോടും ക്ഷമയോടെ കാത്തിരിക്കുക. ആത്യന്തികമായി ദൈവസ്നേഹം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്നതിന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ സ്നേഹം വളരാനും സേവിക്കാനും പ്രതിഫലിപ്പിക്കാനും തുറന്നതും മനസ്സൊരുക്കമുള്ളതുമായ ഒരു ഹൃദയം അത്യന്താപേക്ഷിതമാണ്. ദൈവം നമ്മെ എല്ലാവരെയും അവൻ്റെ സമർത്ഥമായ സ്നേഹത്താൽ നിറയ്ക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.